കോഴിക്കോട് കോർപ്പറേഷന് കീഴിലുള്ള 7 ശ്മശാനങ്ങളിൽ കോർപ്പറേഷന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടത്തുന്ന ഏക ശ്മശാനമാണ് മാവൂർ റോഡ് സ്മൃതിപഥം എന്നുള്ളത്. LPGയുടെ ലഭ്യതക്കുറവ് തന്നെയാണ് ഇവിടെ ഈ ശ്മശാനത്തിനെയും ബാധിച്ചിരിക്കുന്നെന്നുള്ളതാണ്. മിനിഞ്ഞാന്ന് 2 മൃതദേഹങ്ങളും ഇന്നലെ 1 മൃതദേഹവും ദഹിപ്പിച്ചതോടുകൂടി ഇവിടെയുള്ള ഗ്യാസുകൾ ഏറെക്കുറെ പൂർണ്ണമായി തന്നെ അവസാനിച്ചിരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധം നമ്മുടെ അടുക്കളകളെയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് വളരെ വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പാചകവാതക ക്ഷാമം വളരെ രൂക്ഷമായിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ഹോട്ടലുകളും അടച്ചുപൂട്ടലിന്റെ വക്കിലുമാണ്. എന്നാണ് ഈ ക്ഷാമം അവസാനിക്കുക എന്നുള്ളത് പറയാനാവില്ല. അധികം വൈകാതെ നമ്മുടെ വീടുകളെയും ഈ LPG ക്ഷാമം വലിയ തോതിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷന്റെ കീഴിൽ വരുന്ന മാവൂർ റോഡ് ശ്മശാനത്തിലാണ്, സ്മൃതിപഥത്തിലാണ്. ഇവിടെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ ഏക ഗ്യാസ് ചൂളകൾ പ്രവർത്തിക്കുന്നത്. 4 ചൂളകളാണ് ഗ്യാസിൽ പ്രവർത്തിക്കുന്ന ഇവിടെയുള്ളത്. എന്നാൽ ഇന്നത്തോടുകൂടി ഇവിടെയുള്ള പ്രവർത്തനം ഏറെക്കുറെ പൂർണ്ണമായി അവസാനിപ്പിച്ച മട്ടാണ്. കാരണം LPGയുടെ ലഭ്യതക്കുറവ് തന്നെയാണ് ഇവിടെ ഈ ശ്മശാനത്തിനെയും ബാധിച്ചിരിക്കുന്നെന്നുള്ളതാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് കൃത്യമായി പറഞ്ഞാൽ 3 ദിവസം മുമ്പ് 8 കുറ്റി ഗ്യാസ് കണക്ഷൻ LPGയുടെ കുറ്റികൾ മാത്രമാണ് ഇവിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് 2 മൃതദേഹങ്ങളും ഇന്നലെ 1 മൃതദേഹവും ദഹിപ്പിച്ചതോടുകൂടി ഇവിടെയുള്ള ഗ്യാസുകൾ ഏറെക്കുറെ പൂർണ്ണമായും തന്നെ LPGയുടെ ഗ്യാസ് കുറ്റികൾ ഏറെക്കുറെ പൂർണ്ണമായി തന്നെ അവസാനിച്ചിരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എപ്പോഴാണ് ഇനി സിലിണ്ടറുകൾ ലഭ്യമാവുക എന്നുള്ളതും അറിയില്ല. അത്തരം സിലിണ്ടറുകൾ ലഭ്യമാകാതെ ഇനി ഇത്തരത്തിൽ ഗ്യാസിന്റെ ചൂളകൾ പ്രവർത്തിക്കില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്ന വിവരം. ഇവിടെ നിലവിൽ വിറകിന്റെയും അതുപോലെ തന്നെ കറണ്ടിന്റെയും ചൂളകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവയെല്ലാം തന്നെ മെയിൻ്റനൻസ് വകുപ്പിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രവർത്തന രഹിതമാണ്. അതിനാൽ തന്നെ ആളുകൾ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ടിരുന്നത് ഇത്തരത്തിലുള്ള ഗ്യാസ് ചൂളകളെയായിരുന്നു. അവയാണ് ഇപ്പോൾ ഗ്യാസ് ക്ഷാമം കാരണം, കൃത്യം പറഞ്ഞാൽ LPGയുടെ ക്ഷാമം കാരണം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ള 4 LPGയുടെ ചൂളകളും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമാകുന്നത്. ഒരു ഗ്യാസിന്റെ ചൂള പ്രവർത്തിക്കണമെങ്കിൽ 11 സിലിണ്ടറുകൾ ആവശ്യമാണ്. അത്തരത്തിലുള്ള 4 LPGയുടെ ചൂളകളാണ് ഇവിടെയുള്ളത്. അവയിലേക്ക് ആവശ്യമായിട്ട് 44 സിലിണ്ടറുകൾ വേണ്ടിയെടുത്ത് നിലവിൽ 1 സിലിണ്ടർ പോലും ഇവിടെ ഇല്ല, 1 സിലിണ്ടർ ഗ്യാസ് പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെയുള്ള LPG ഗ്യാസ് ചൂളയുടെ പ്രവർത്തനം ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ്. എന്താണ് ഇത് പ്രവർത്തന സജ്ജമാവുക എന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ് ഇവർക്ക് ഏജൻസിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഏജൻസിക്കാർക്കും അറിയില്ല എപ്പോഴാണ് ഇനി ഗ്യാസ് തങ്ങൾക്ക് നൽകാൻ, സിലിണ്ടറുകൾ എപ്പോഴാണ് നൽകാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത്. LPG ഗ്യാസിന്റെ ഏജൻസിക്കും അറിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്നത്. അതേസമയം ഇവിടുത്തെ ഇത്തരത്തിലുള്ള വലിയ ശോച്യാവസ്ഥയാണ് കോർപ്പറേഷന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BJPയുടെ യുവമോർച്ചയും മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടേക്ക് പ്രതിഷേധ മാർച്ച് അടക്കമുള്ളവ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കോഴിക്കോട് കോർപ്പറേഷന് കീഴിലുള്ള 7 ശ്മശാനങ്ങളിൽ കോർപ്പറേഷന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടത്തുന്ന ഏക ശ്മശാനമാണ് ഇത്തരത്തിൽ മാവൂർ റോഡ് സ്മൃതിപഥം എന്നുള്ളത്. മറ്റുള്ളവയെല്ലാം തന്നെ അതത് പ്രദേശങ്ങളിലുള്ള കമ്മിറ്റികളാണ് നടത്തുന്നത്. അതായത് സ്ഥാപനം കോർപ്പറേഷന്റെ ആണെങ്കിലും അതത് കമ്മിറ്റികളാണ് മറ്റുള്ളവയെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കോർപ്പറേഷൻ നേരിട്ടാണ് നടത്തുന്നത്. അത്തരത്തിലുള്ളൊരു സ്ഥാപനത്തിനകത്താണ് ഇത്തരത്തിൽ ഈ LPG സിലിണ്ടറിന്റെ ഒരു ദൗർലഭ്യം മൂലം ഇത്തരത്തിൽ പ്രവർത്തനം തന്നെ നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ യുദ്ധം ഇങ്ങനെ തുടരുകയാണെങ്കിൽ എന്നാണ് ഈ LPG ക്ഷാമത്തിനൊരു പരിഹാരം ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല. തങ്ങളും ഇക്കാര്യത്തിൽ നിസ്സഹായരാണ് എന്നുള്ളതാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്ന ഒരു കാര്യം. കോഴിക്കോട് നിന്ന് നിഖിൽ കാടത്ത്, മറുനാടൻ മലയാളി.